ഗുഡ് മോർണിംഗ്. എക്സാം മീറ്ററിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഇഗ്നോയുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ യൂണിറ്റ് 8 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സസ് ഓഫ് ലോങ് ടേം ഫൈനാൻസ്. സോ വാട്ട് ഈസ് ലോങ് ടേം ഫൈനാൻസ്? ലോങ് ടേം ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനാൻസിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് 1 ഇയറിന് ശേഷമാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ലോങ് ടേം ഫൈനാൻസ് എന്ന് പറയാം. ഇപ്പോൾ ലോങ് ടേം ബാങ്ക് ലോൺസ്, മീഡിയം ടേം ബാങ്ക് ലോൺസ്, ബോണ്ട്, ലീസ് ഫൈനാൻസ് തുടങ്ങിയൊക്കെ എന്താണ് ഈ പറയുന്ന ലോങ് ടേം ഫൈനാൻസ് ആണ്. സോ ലോങ് ടേം ഫൈനാൻസിന് ഉദാഹരണമായിട്ട് പറയുന്നത് റീറ്റേൺഡ് ഏർണിങ്സ് ഉണ്ട്, ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ക്യാപിറ്റൽ ഉണ്ട്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ടേം ലോൺസ്, വെഞ്ചുവർ ക്യാപിറ്റൽ. ഇനി എന്താണ് റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി അതിൻ്റെ പ്രോഫിറ്റ്, ഓരോ വർഷം ഉണ്ടാകുന്ന പ്രോഫിറ്റ് അതിൻ്റെ ഒരു ഭാഗം അങ്ങ് നീക്കി വയ്ക്കും. ഒരു ഭാഗം നീക്കി വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം ഉണ്ടായി അതിന് ടാക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡിവിഡൻഡ് കൊടുക്കാനുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആ സമയത്ത് ഒന്നിനും ആർക്കും വീതിച്ചു കൊടുക്കാതെ ഒരു പോർഷൻ ബിസിനസ്സിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്? നീക്കി വയ്ക്കാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. എന്താ പറയുക? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഇൻ ദ ഫോം ഓഫ് ഫ്രീ റിസോഴ്സസ് ആൻഡ് ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഫർദർ എക്സ്പാൻഷൻ. അത് ഒരു റിസർവായിട്ട് അവിടെ അങ്ങ് കരുതി വയ്ക്കും. എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ്സിൻ്റെ ഭാവിയിലുള്ള എക്സ്പാൻഷന് വേണ്ടിയിട്ട്. അതിനെയാണ് റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. വേറൊരു ടേം പറയുന്നത് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും, ഇൻറ്റേർണൽ ഫൈനാൻസിങ് എന്ന് പറയും, സെൽഫ് ഫൈനാൻസിങ് എന്ന് പറയും. പ്ലഫിംഗ് ബാക്ക് റിട്ടേൺഡ് ഏർണിങ്സ് നൈദർ ക്രിയേറ്റ് റിസ്ക് നോർ ഡൈല്യൂട്ട് ദ ഓണർഷിപ്പ്. സോ നമ്മൾ ഇങ്ങനെ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ തന്നെ എടുത്തു വയ്ക്കുമ്പോൾ നമുക്ക് അതിൽ റിസ്ക് ഇല്ല എന്ന് പറഞ്ഞാൽ, അവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. ബിക്കോസ് ഇറ്റ്സ് അവർ ഓൺ ഫണ്ട് അല്ലേ, നമ്മുടെ ഫണ്ടാണ്. കൂടാതെ ഓൺഷിപ്പിന് അതെന്ത് ചെയ്യില്ല? ഡൈല്യൂട്ട് ചെയ്യില്ല. സോ ഫസ്റ്റ് റീറ്റേൺഡ് ഏർണിങ്സ്. രണ്ടാമത്തെയാണ് പറയാനുള്ളത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ബേസിക് സോഴ്സ് ഓഫ് ഫൈനാൻസ് ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആരാണോ കമ്പനിയിൽ റിയൽ ഓണേഴ്സ് എന്ന് ചോദിച്ചാൽ, ആരാണോ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരാണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർസിന് പ്രത്യേകിച്ച് മെച്യൂരിറ്റി ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാണോ ആ കമ്പനി അടച്ചുപൂട്ടി പോകുന്നത് അതുവരെ അതെന്ത് ചെയ്യണം? അവിടെ ആ ഫണ്ട് വെക്കണം എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ള കമ്പൽഷനും ഇല്ല എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം, അതിനും ഒരു കമ്പൽഷനൊന്നും പറയുന്നില്ല. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഫൈനാൻസിങ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട്. പിന്നെ ഈ ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസസ് ദി കോർപ്പറേറ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒന്നും കൂടി എന്ത് ചെയ്യുന്നു? കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഡസ് നോട്ട് ഇൻവോൾവ് എനി മാൻഡേറ്ററി പേയ്മെൻറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സിന് നിർബന്ധമായിട്ടും ഇത്ര കൊടുത്തിരിക്കണം എന്ന് ഇല്ല. സോ അങ്ങനെ മാൻഡേറ്ററി പേയ്മെൻറ്റ്സ് ഇല്ല. ദെൻ ഇറ്റ് ക്യാൻ മേക്ക് ഫർദർ ഇഷ്യൂ ഷെയർ ക്യാപിറ്റൽ ബൈ യൂസിങ് എ റൈറ്റ് ഓഫറിങ് വിത്തൗട്ട് എഫക്റ്റിംഗ്. അതായത് റൈറ്റ് ഇഷ്യൂ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ എന്ത് ചെയ്യുന്നത്? കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ കമ്പനിയുടെ ഓൺഷിപ്പ്, കൺട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡൈല്യൂട്ട് ചെയ്യാതെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഫൈനാൻസിങ്. ഇക്വിറ്റി ഷെയർ ഫൈനാൻസിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. നമുക്ക് മാൻഡേറ്ററി ആയിട്ട് അവർക്കൊന്നും കൊടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റുള്ള വിഹിതം ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. സോ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഹിതം കിട്ടുക. റിസ്ക് ഏറ്റവും കൂടുതലാണ്, കൂടുതൽ വിഹിതം കിട്ടുക. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീൻസ് അതിൻ്റെ ഡിവിഡൻഡ് കൂടിയ റേറ്റിലാണ് കൊടുക്കാറുള്ളത്. ദെൻ ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ ഇൻ ദ റെസിപ്പിയൻറ്റ് ഓഫ് ദി ഇൻകം. ആരാണോ ആ ഡിവിഡൻഡ് സ്വീകരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ടാക്സബിൾ ആണ്. ദെൻ അടുത്തത് ന്യൂ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് മേ റെഡ്യൂസ് ദ ഏർണിംഗ് പെർ ഷെയർ. നമ്മൾ ഇക്വിറ്റി ഷെയർസ് കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏർണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിന് എത്ര ഏർണിങ്സ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? അത് കുറയുകയും അത് കമ്പനിയുടെ
ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. കൂടുതലായിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇറക്കിയാൽ ഓൾറെഡി പറഞ്ഞു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. സോ വീണ്ടും ഇക്വിറ്റി ഷെയർസ് ഇറക്കുമ്പോൾ കൂടുതൽ ഓണേഴ്സ് വരും, ഓണർഷിപ്പ് ഡൈല്യൂട്ട് ആവുകയും ചെയ്യും. ദെൻ അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് പ്രത്യേകത ഇറ്റ്സ് ക്യാരീസ് പ്രിഫറൻഷ്യൽ റൈറ്റ്. അതിനൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എന്തിൻ്റെ കാര്യത്തിൽ? ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിൽ. അതേപോലെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ആ ക്യാപിറ്റൽ തിരിച്ച് റീഇംബേഴ്സ് ചെയ്യുന്ന കാര്യത്തിലും. സോ കമ്പനിക്ക് ലാഭം ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ ടാക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതേപോലെ ആർക്ക് കൊടുക്കുന്നു? പുറത്തുള്ള എക്സ്റ്റേണൽ ഫണ്ട്. എക്സ്റ്റേണൽ ഫണ്ട്? ബാങ്കുകൾ ഉണ്ടായിരിക്കും, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അങ്ങനെയുള്ള ടീമിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള ഫണ്ട് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാളും മുന്നേ ആർക്കൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ദേ ക്യാരീസ് റൈറ്റ് ടു ഗെറ്റ് ദി ഡിവിഡൻഡ് ആൻഡ് the total investment invested in the company when the company at the time of company വൈൻഡിങ് അപ്പ്. കമ്പനി എന്നാണോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അന്നേരം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും മുന്നേ അവരുടെ ഫണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് തിരിച്ച് കിട്ടുവാനും അതേപോലെ ഡിവിഡൻഡ് കിട്ടുവാനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും ഒരു മുൻഗണനാ റൈറ്റ് ആർക്കുണ്ട്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചറിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ നോർമലി ക്യുമുലേറ്റീവ്. സാധാരണ അതിൻ്റെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അതിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഡിവിഡൻഡ് പേയബിൾ. ഒരു വർഷം ഡിവിഡൻഡ് പേ ചെയ്യാനില്ല വെച്ചാൽ അത് നെക്സ്റ്റ് ഇയറിലോട്ട് എന്ത് ചെയ്യുന്നു? ക്യാരി ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ കൂടുതലായിട്ട് എന്ന് പറഞ്ഞ് വേറെ കമ്പനീസ് ആർ നോട്ട് അലൗഡ് ടു ഇഷ്യൂ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇറക്കാനായിട്ട് അലൗ ചെയ്യാറില്ല. ഈ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. എന്താ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്? റെഡീം ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെഡീം ചെയ്യുക അല്ലെങ്കിൽ റിഡംഷൻ എന്ന് പറയുന്നത്. ഇറഡീമബിൾ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. പ്രത്യേക ഒരു പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കില്ല. അതാണ് ഇറഡീമബിൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അറ്റ് പ്രസൻറ്റ് ദ കമ്പനീസ് ആർ നോട്ട് അലൗഡ് ടു ഇഷ്യൂ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇനി ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് ഇനി പറയാനുള്ളത്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, നോൺ ക്യുമുലേറ്റീവ്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റിൻ്റെ അരിയർ എന്ത് ചെയ്യും? അടുത്ത വർഷങ്ങളിലേക്ക് എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. നോൺ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. അതാത് വർഷം മാത്രമുള്ള ഡിവിഡൻറ്റ് മാത്രമേ കിട്ടുള്ളൂ, അരിയർ കിട്ടില്ല. പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ സർപ്ലസിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് കൊടുത്തിട്ട് വീണ്ടും ഒരു സർപ്ലസ് അവിടെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു റൈറ്റ് ഇവർക്ക് കിട്ടുകയാണെങ്കിൽ, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുകയാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റൈറ്റ് ഇല്ല. ഒറ്റ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ വെച്ചാൽ അത് നോൺ പാർട്ടിസിപ്പേറ്റ്. റെഡീമബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി റിഡംഷൻ. ഒരു പ്രത്യേക ഇയേഴ്സ് ഓഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് റെഡീം ചെയ്യാൻ പറ്റും. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഇതിനെ ഓപ്ഷൻ ടു കൺവേർട്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർസിന് എന്താക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇക്വിറ്റി ഷെയർസ് ആക്കിയിട്ട് കൺവേർട്ടാക്കി മാറ്റാൻ പറ്റും. ഇനി എന്തെല്ലാമാണ് അഡ്വാൻറ്റേജസ് ഓഫ് ദി പ്രിഫറൻസ് ഷെയർ ഫൈനാൻസിങ്? പ്രിഫറൻസ് ഷെയർ ഫൈനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാം തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണുള്ളതെന്ന്. ഒന്ന്, നോ ഡൈല്യൂഷൻ ഓഫ് ഏർണിംഗ് പെർ ഷെയർ. ഏർണിംഗ് പെർ ഷെയറിൽ എന്ത് ചെയ്യുന്നില്ല? ഡൈലൂഷൻ വരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓണർഷിപ്പിൽ ആസ് ലോങ് ആസ് ദ ഡിവിഡൻസ് ആർ പെയ്ഡ് ടു ദം. കാരണം ഡിവിഡൻറ്റ് കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? പേ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫൈനാൻസിങ്. ഇതൊരു ഫൈനാൻസ് കമ്പനിക്ക് ഫണ്ട് കണ്ടെത്താനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർസ്. ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റിയുടെ ഡിവിഡൻറ്റിനേക്കാളും ഇക്വിറ്റിയുടെ കോസ്റ്റ് ഇറ്റ് മീൻസ് ഇക്വിറ്റിയുടെ ഡിവിഡൻറ്റിനേക്കാളും കുറവാണ്. ദെൻ ഇറ്റ് ഈസ് എ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ.
അതിനൊരു എന്താ പറയുക, ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ്റെ ആ ഒരു ടൈമിലുള്ള ഇതിനൊക്കെ ആ റിസ്കിനെ കവർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഫിക്സഡ് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. അല്ലാതെ ഇപ്പോൾ 8% പ്രിഫറൻസ് ഷെയർസ്, 9% പ്രിഫറൻസ് ഷെയർസ് അങ്ങനെ പറയാം. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള റേറ്റാണ്, അതിൽ കൂടുതലൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. സോ ഇൻഫ്ലേഷൻ ഒന്നും അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ദെൻ ദർ ഇസ് നോ ലീഗൽ കമ്പൽഷൻ ടു പേ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ്. ഇതിലും അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുക. പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡിന് കൊടുക്കണമെന്ന് ലീഗൽ കമ്പൻഷൻ ഒന്നുമില്ല. പക്ഷേ എന്ത് ചെയ്തിരിക്കണം, അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലേ കമ്പനിയുടെ ഒരു ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ലിമിറ്റേഷൻസ് ഓഫ് ദ പ്രിഫറൻസ് ഷെയർസിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോൺസ്, ഡിബഞ്ചേഴ്സ്, അതൊക്കെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അതിനേക്കാൾ ഹയർ ആണ്. പിന്നെ നോൺ പേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് മേ അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഇക്വിറ്റി ഷെയർസ്. ഇതിൻ്റെ ഇക്വിറ്റി ഷെയർസിൻ്റെയും പ്രിഫറൻസ് ഷെയർസിൻ്റെ ഒക്കെ എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർസ് അല്ല പ്രിഫറൻസ് ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസിന് എന്ത് ചെയ്യും, അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ അടുത്തത്, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും എന്നുള്ളതാണ്. പിന്നെ കമ്പൽസറി റിഡംഷൻ ഉണ്ട്. ഒരു 20 years ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ എമൗണ്ട് കമ്പൽസറി റെഡീം ചെയ്യണം, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു സമയത്ത് എന്നാണോ റെഡീം ചെയ്യുന്ന പീരീഡിൽ ഒരു വലിയൊരു ബൾക്ക് എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ഫേം കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ്. ഇതേപോലെ അപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ബിസിനസ്സിൽ നിന്ന് സംഭവിക്കും. ദെൻ ഇഫ് ദ കമ്പനി ഈസ് നോട്ട് ഏബിൾ ടു ഏൺ എ റിട്ടേൺ അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. കമ്പനിക്ക് ആവശ്യത്തിനുള്ള ലാഭം കിട്ടില്ല എന്ന് നോക്കി ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ അത് കമ്പനിയുടെ ഇതിൻ്റെ ഏണിംഗ് പെർ ഷെയർ എന്ത് ചെയ്യും, ലെസ് ചെയ്യും എന്നുള്ളതാണ്. ആരുടെ ഏണിംഗ് പെർ ഷെയർ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോൺസ് ആണ്. ഡിബഞ്ചർ അല്ലെങ്കിൽ ബോൺസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോൺസ് എന്ന് പറയുന്നത്. അതിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. കമ്പനി ഇഷ്യൂ ചെയ്യുന്നു, അൺസെക്വേർഡ് ആണ്. അതിന് യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആണ്. കമ്പനികളാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡിബഞ്ചർ എന്ന് പറയും. ഗവൺമെൻറ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് പറയുന്നു, ബോണ്ട് എന്ന് പറയുന്നു. ഡിബഞ്ചർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള ഡിബെയർ എന്ന വേർഡാണ്. എന്നുള്ള അർത്ഥം വരുന്ന അല്ലേ, ആ അർത്ഥം വരുന്ന വേർഡിൽ നിന്നാണ് ഡിബഞ്ചർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ദെൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് ഉണ്ട്. അത് 100 രൂപ മുതൽ 1000 രൂപേൻ്റെ ഡിനോമിനേഷനുള്ള ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ഉണ്ട്. ദെൻ അടുത്ത 3 മുതൽ 10 വർഷം വരെയുള്ള കാലയളവിലേക്കാണ് സാധാരണ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് മീഡിയം ടേമിലോട്ടും ലോങ് ടേം ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് അക്വയർ ചെയ്യാൻ പറ്റും. ദെൻ ക്രെഡിറ്റ് റേറ്റിംഗ് നിർബന്ധമാണ്. ഇന്ത്യയിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് ക്രെഡിറ്റ് റേറ്റിംഗ് നിർബന്ധം ആണ്. ദെൻ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഈ എത്രത്തോളം കടങ്ങളൊക്കെ കൊടുക്കാനുള്ള കഴിവ് അല്ലേ, കടങ്ങൾ വീട്ടുവാനുള്ള റീപേ ചെയ്യാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതിനൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്ന. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്ത് ആ ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ സ്കോർ എന്ത് ചെയ്തിരിക്കണം, പബ്ലിഷ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഡിബഞ്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്രെഡിറ്റ് റേറ്റിംഗ്. സോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് അവർ ഇത് ചെയ്യുന്നത്. നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള സ്ഥാപനമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലോവർ റേറ്റഡ് ഡിബഞ്ചർ. അപ്പോൾ ലോവർ റേറ്റ് അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് കുറവാണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ ഇതിന് ക്യാരി എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവരെന്ത് ചെയ്യേണ്ടി വരും, കൂടിയ ഇൻട്രസ്റ്റ് കൊടുത്താൽ മാത്രമേ ആളുകൾ അത്തരം ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ആ കമ്പനികളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറവാണ്. അപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ താല്പര്യപ്പെടില്ല. കാരണം തിരിച്ച് ആ ഫണ്ട് അവർക്ക് തന്നെ തിരിച്ച് കിട്ടണ്ടേ, അവർക്ക് തിരിച്ച് അതിൻ്റെ റിട്ടേണും കിട്ടണം, പ്ലസ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ടും കിട്ടണം. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് കൂടുതലാകും തോറും കമ്പനികളുടെ ക്രെഡിബിലിറ്റി, അതിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനും അതേപോലെ ആ കമ്പനി തിരിച്ചു തരാനുള്ള കപ്പാസിറ്റിയൊക്കെ കൂടുതലാണെന്നാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളാവുമ്പോൾ കുറഞ്ഞ ഇൻട്രസ്റ്റിലും ആളുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. മറ്റേ കമ്പനികൾ ക്രെഡിറ്റ് റേറ്റിംഗ് കുറവാണെങ്കിൽ അത്തരം കമ്പനികൾ
കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് പറയാനുള്ളത്. വാനില ആൻഡ് നോൺ വാനില ഡിബഞ്ചേഴ്സ്. വാനില ഓർ കൺവേർഷണൽ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺസ് ഹാവിങ് ഓൺലി വൺ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഡിബഞ്ചറിന് ഒറ്റ അടിസ്ഥാന ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമുള്ള ഏതാണ്, ഫിക്സഡ് കൂപ്പൺ ഇൻട്രസ്റ്റ് ആൻഡ് മെച്യൂരിറ്റി റേറ്റ്. അതിന് പ്രത്യേക ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. അതിനൊരു മെച്യൂരിറ്റി ഡേറ്റ് മാത്രമാണെങ്കിൽ അതിനെ വാനില ഡിബഞ്ചർ എന്ന് പറയും. നോൺ വാനില അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും കൂടി, അതായത് ഫ്ലെക്സിബിൾ കൂപ്പൺ റേറ്റ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ മെച്യൂരിറ്റി ഡേറ്റിലും ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. ഇനി ബേസ്ഡ് ഓൺ പെർഫോമൻസിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിബഞ്ചേഴ്സിനെ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം, ഈ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പീരീഡ് വരെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, തിരിച്ചതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ആരാണോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവർക്ക് തന്നെ റിട്ടേൺ ചെയ്യും. ഇറെഡീമബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ദെൻ ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി നെ ബേസ് ചെയ്തിട്ട് സെക്വേർഡ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. ദെൻ അൺസെക്വേർഡ് ഓർ ഹെയർഡ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. സെക്വേർഡ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനിയിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടും. കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ് മോർഗേജ് പണയപ്പെടുത്തിയിട്ടാണ്, അതിൻ്റെ ഒരു ബലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് കമ്പനി നമ്മുടെ എമൗണ്ട് തിരിച്ചു തന്നില്ല എന്ന് വയ്ക്കൂ, ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ല, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോർഗേജ് ചെയ്തിട്ടുള്ള അസറ്റ് വിറ്റുകൊണ്ട് കമ്പനി എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയിൽ നിന്ന് ആ ഫണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. സോ ഹിയർ ദ ഹോൾഡർ ഹാസ് എ റൈറ്റ് ടു റിക്കവർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് അലോങ് വിത്ത് ദി അൺപെയ്ഡ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. അയാൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് പ്ലസ് അതിന് കിട്ടാനുള്ള അൺപെയ്ഡ്, ഇതുവരെ പേ ചെയ്യാത്ത ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ആ മോർഗേജ് പ്രോപ്പർട്ടിയിൽ നിന്ന് റിക്കവർ ചെയ്യാം. അൺസെക്വേർഡ് ആണെങ്കിൽ ഹിയർ ദ കമ്പനി ആർ നോട്ട് റെഡി ടു ചാർജ് എനി അസറ്റ്സ്. കമ്പനി എന്ത് ചെയ്യില്ല, അവരുടെ ഒറ്റ അസറ്റ്സും ഇതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യില്ല അല്ലെങ്കിൽ മോർഗേജ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ കമ്പനിയുടെ അസറ്റിലൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, പ്രിൻസിപ്പൽ എമൗണ്ട്, അൺപെയ്ഡ് ഇൻട്രസ്റ്റ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണം. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് അതൊക്കെ നോക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ ബേസ്ഡ് ഓൺ കൺവേർട്ടബിലിറ്റിയെ ബേസ് ചെയ്തിട്ട് ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, പാർട്ട്ലി കൺവേർട്ടബിൾ, പാർഷ്യലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്നിട്ട് ഹാവ് എ റൈറ്റ് ടു കൺവേർട്ട് ദ ഡിബഞ്ചേഴ്സ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് ടൈം. അല്ലേ, ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കമ്പനിയുടെ കമ്പനിയിൽ നമ്മൾ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എ ചാൻസ് ടു ചേഞ്ച് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അല്ലേ, കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ആ ഡിബഞ്ചേഴ്സിന് തുല്യമായിട്ടുള്ള ഇക്വിറ്റി ഷെയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. So what is partially convertible debentures? Here it can be divided in two parts. The first part being which are convertible into equity shares and the other part redeem at maturity. അതിൽ രണ്ട് ഓപ്ഷൻസ് ആണല്ലോ. ഒന്ന് പാർഷ്യലി കൺവേർട്ടബിളിൽ അതിൻ്റെ ഒരു സെക്ഷൻ നമ്മളൊരു 100 ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായാലും ഒരു സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അതിൻ്റെ ബാക്കി സെക്ഷൻ നമുക്ക് റെഡീം ചെയ്ത് കിട്ടും എന്നുള്ളതാണ്, ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് PCD, പാർഷ്യലി കൺവേർട്ടബിൾ ഡിബഞ്ചറിൻ്റെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത പോർഷനെ നമ്മൾ എന്താ പറയുന്നത്, കോക്ക. ദെൻ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡിബഞ്ചർ which cannot be converted into equity shares. നമുക്ക് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചറുകളെ എന്ത് പറയുന്നു, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് NCD എന്ന് പറയുന്നു. അതിനെ റെഡീം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ റെക്കോർഡ്. ഇനി റെക്കോർഡിക്കൽ ബേസ്ഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് അൺരജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബിയറർ ഡിബഞ്ചേഴ്സ് അങ്ങനെയുള്ളതൊക്കെ പറയും. സോ അതിൽ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള
ഡിബഞ്ചേഴ്സ്, അതിൻ്റെ നെയിം, അഡ്രസ്സ് ഓഫ് ദി ബിയറർ, ആരാണോ ആ ഡിബഞ്ചർ ഇൻസ്ട്രുമെൻ്റ് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരുടെ കൈവശമാണോ അവരുടെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിന് അത്തരം ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം. ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് കമ്പനിയുടെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നടക്കത്തുള്ളൂ. ദെൻ അൺരജിസ്റ്റേർഡ് ഡിബഞ്ചർ അല്ലെങ്കിൽ ബിയറർ ഡിബഞ്ചർ ഓർ കൂപ്പൺ ബോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഡസ് നോട്ട് മെയിൻറ്റെയിൻ എനി റെക്കോർഡ്സ് ഓഫ് സച്ച് ഡിബഞ്ചേഴ്സ് ആൻഡ്, അപ്പോൾ അവിടെ ഒരു റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നുള്ള, ഓൺലി ഒരു ട്രസ്റ്റ് ഡീഡ്, ഇവർ തമ്മിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സും കമ്പനിയും തമ്മിലുള്ള ഒരു ട്രസ്റ്റ് ഡീഡിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ട്രസ്റ്റ് ഡീഡ് അവർ തമ്മിലുള്ള കരാർ പത്രത്തെ നമുക്ക് അതിനെന്ത് പറയാം, ഇൻഡഞ്ചർ എന്താ പറയുന്നത്, ഇൻഡഞ്ചർ. ദെൻ അടുത്തത് ബോൺസ് വിത്ത് എംബഡഡ് ഓപ്ഷൻ. ബോൺസ് വിത്ത് എംബഡഡ് ഓപ്ഷനിൽ കൺവേർട്ടബിൾ ബോൺസ് ഉണ്ട്. ബോൺസ് ഹോൾഡർ ഹാസ് ദ റൈറ്റ് ഓർ ഓപ്ഷൻ ടു കൺവേർട്ട് ബോൺസ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അതായത് പ്രത്യേക ചില കണ്ടീഷനിലോട് കൂടി ബോണ്ടുകളെ എന്താക്കി മാറ്റാൻ പറ്റും, ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റും. അത് കൺവേർട്ടബിൾ. കോളബിൾ ബോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണ്ട് ഹോൾഡേഴ്സ് ഹാസ് എ റൈറ്റ് ടു റിഡീം ദ ബോണ്ട് പ്രിമച്യൂർലി ഓൺ സർട്ടൺ ടേംസ്. പ്രത്യേക കണ്ടീഷനോട് കൂടി ബോണ്ടിൻ്റെ കാലാവധിക്ക് മുന്നേ തന്നെ അതിലുള്ള ഫണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ. പുട്ടബിൾ ബോൺസ് എന്ന് പറഞ്ഞാൽ ഹാസ് എ റൈറ്റ് ടു പ്രിമച്യൂർലി സെൽ ദ ബോൺസ് ബാക്ക് ടു ഇഷ്യൂവർ ഓൺ സർട്ടൺ ടേംസ്. ആ പ്രിമച്യൂർ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പ്രിമച്യൂർലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേം ഉണ്ടല്ലോ, അത് കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ബോണ്ട് ഹോൾഡർ എന്ത് ചെയ്യുന്നു, ആ ഫണ്ട് അവരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് കമ്പനിയുടെ ബോണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കമ്പനിയുടെ ബോണ്ട് അവർക്ക് തന്നെ, ആ കമ്പനിക്ക് തന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു കാലാവധി തികയുന്നതിൻ്റെ മുന്നേ. അതിന് പുട്ടബിൾ ബോൺസ് എന്ന് പറയുന്നു. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട്. ഏതൊക്കെയാണ് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട്സ് എന്ന് പറയുന്നത്? ഒന്ന് സീറോ കൂപ്പൺ ബോണ്ടാണ്. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്ന ആൻഡ് പേ നത്തിങ് ടു ഇൻവെസ്റ്റേഴ്സ് ആസ് ഇൻട്രസ്റ്റ് അണ്ടിൽ മെച്യൂരിറ്റി. വലിയൊരു എമൗണ്ടിലാണ്, ഡിസ്കൗണ്ടിലാണ്. ഇപ്പോൾ 100 രൂപ വിലയുള്ള ഒരു ബോണ്ടാണെന്ന് വെക്കൂ, അതിന് ചിലപ്പോൾ 80 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 20 രൂപ ഡിസ്കൗണ്ടാണ്. പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മെച്യൂരിറ്റി ഡേറ്റിന് ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ റിയൽ പ്രൈസ്, ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ തന്നെ എന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് എത്രയാണോ പെർ ഡിബഞ്ചർ കുറച്ച് കൊടുത്തിട്ടുള്ളത് അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇയാൾക്ക് കിട്ടുന്ന ഒരു, അതായത് ഈ ഇതിലാരോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അയാൾക്ക് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സീറോ കൂപ്പൺ ബോണ്ട് USA-ലാണ്. ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ലാർജ് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇതിനേക്കാളും. പിന്നെ ബിഗ് മെച്യൂരിറ്റി പീരീഡ്, ഒരുപാട് കാലം കഴിഞ്ഞ് ഇതിൽ നിന്ന് തിരിച്ചു കിട്ടുള്ളൂ. ദെൻ മെച്യൂരിറ്റി പീരീഡിൽ റെഡീം ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, റെഡീമബിൾ അറ്റ് പാർ ഓൺ മെച്യൂരിറ്റി. എങ്ങനെയാണ്, പാർ വാല്യൂവിനാണ് മെച്യൂർഡ് ചെയ്യുന്നത്. പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പ്രൈസിനാണ്. ദെൻ ആദ്യമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ IDBI ആണ്. അടുത്തത് പറയാനുള്ളത് ബണ്ണി ബോൺസ് ആണ്. എന്താണ് ബണ്ണി ബോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് പറഞ്ഞു, സീറോ ഡിസ്കൗണ്ട് ബോണ്ടും പറഞ്ഞു. ഇനി പറയാനുള്ളത് ബണ്ണി ബോണ്ടാണ്. ബണ്ണി ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഓഫർ ഇൻവെസ്റ്റേഴ്സ് ആൻ ഓപ്ഷൻ ടു റീഇൻവെസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ടു അഡീഷണൽ ബോണ്ട്സ്. അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അഡീഷണൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നതാണ് ബണ്ണി ബോണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, ജങ്ക് ബോണ്ട്സ്. ജങ്ക് ബോണ്ട്സിൻ്റെ പ്രത്യേകത it has a high yield ഹൈ റിസ്ക് ബോണ്ട്. നന്നായിട്ട് അതിൽ നിന്ന് എന്ത് കിട്ടും, നമുക്ക് റിട്ടേണും കിട്ടും, നല്ല റിസ്ക്കും ഉണ്ട്. അപ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും, ലോ ക്രെഡിറ്റ് റേറ്റിംഗ് ആയിരിക്കും. അതായത് ലോ ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനീസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കൂടുതൽ കിട്ടിയാൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലോ ക്രെഡിറ്റ് റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഹൈ റിസ്ക് ഉള്ള
ഒരു ബോണ്ടുകളെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ജങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. അടുത്തത് എന്താ, മസാല ബോണ്ട് എന്ന് പറയുന്നത് റുപ്പി ഡിനോമിനേറ്റഡ് ബോറോയിങ്സ് ബൈ ഇന്ത്യൻ എൻറ്റിറ്റീസ് ഫ്രം ആൻഡ് ഇൻ ഓവർസീസ് മാർക്കറ്റ്. അപ്പോൾ ഓവർസീസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പുറമേ നിന്ന്, ഇന്ത്യക്ക് പുറമേ നിന്ന് ഇന്ത്യൻ ഡിനോമിനേഷനിലൂടെ നമ്മൾ ഇന്ത്യൻ എൻറ്റിറ്റീസ്, ഇന്ത്യൻ ഓർഗനൈസേഷൻസ്, സ്ഥാപനങ്ങൾ ഫണ്ട് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് സെറ്റിൽ ചെയ്യുമ്പോൾ ഏതിലാണ് സെറ്റിൽ ചെയ്യുന്നത്, $ഡോളേഴ്സിലാണത് സെറ്റിൽ ചെയ്യുന്നത്. ദെൻ കറൻസി റിസ്ക് ലൈസ് ഇൻ ദി വിത്ത് ദ ഇൻവെസ്റ്റർ നോട്ട് ദ ഇഷ്യൂർ. അതിൻ്റെ കറൻസിയുടെ റിസ്ക് നമുക്കറിയാം, മണി വാല്യൂവിൽ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആ റിസ്ക് ആര് ഏറ്റെടുക്കണം, ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാൾ ഏറ്റെടുക്കണം, കമ്പനി ഏറ്റെടുക്കില്ല. മസാല ബോണ്ട് ഫസ്റ്റായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് IFC ആണ്. 2014 ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിലോട്ട് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്തത് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടാണ് പറയാനുള്ളത്. അതിന് പ്രത്യേകിച്ച് ഫിക്സഡ് കൂപ്പൺ റേറ്റ് ഉണ്ടാവില്ല. അതായത് ദാറ്റ് മീൻസ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഫിക്സഡ് കൂപ്പൺ റേറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 2% ഗ്രേറ്റർ ദാൻ ദി പ്രിവെയിലിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് റേറ്റ് അറ്റ് ദാറ്റ് ടൈം, അല്ലേ? ഓരോ സമയത്തും ഉണ്ടാവുന്ന ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ എത്രയാണോ കിട്ടുക അതിനേക്കാൾ ഒരു 2% ഗ്രേറ്റർ ദാൻ ആയിട്ടാണ് ഇവരതിൻ്റെ റേറ്റ് സാധാരണ ഫിക്സ് ചെയ്യാറ്. ദെൻ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവരും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടേം ലോൺസിനെ കുറിച്ചാണ്. ബാങ്കുകളും മറ്റു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ എന്ത് കൊടുക്കാറുണ്ട്, ടേം ലോൺസ് കൊടുക്കാറുണ്ട്, ഫിക്സഡ് അസറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ ഒരു പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 years to 10 years ആണ് ഇത് ചെയ്യുന്നത്. അവരൊരു ഫിക്സഡ് എമൗണ്ട് അറ്റ് റെഗുലർ ഇൻ്റർവെൽസിൽ എന്ത് ചെയ്യണം, തിരിച്ച് അടയ്ക്കണം എന്നുള്ള ഒരു കണ്ടീഷനോട് കൂടിയാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് മേ ബി ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കാം, മേ ബി ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റും ആയിരിക്കാം, അല്ലേ? ദെൻ അടുത്തത് ലോണുകൾ ഇഷ്യൂ ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങളുടെ പേരാണ്. നാഷണൽ ലെവലിൽ ഇഷ്യൂ ചെയ്യുന്നത് IFCI, ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഫൈനാൻസ് കോർപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ. ഇതൊക്കെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് അടിക്കണം കേട്ടോ, ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് അടിക്കണം. അതിൻ്റെ സ്മോൾ ലെറ്ററാണ് അതിൻ്റെ ഫുൾ ഫോം. അല്ലെ, ഫസ്റ്റ് ലെറ്റർ എല്ലാവരും എന്ത് ചെയ്യണം, ക്യാപ്സ് കൊടുത്തിരിക്കുക. സോ ഇങ്ങനെ LIC ഉണ്ട്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, IRBI ഉണ്ട്. ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അടുത്തത് നമുക്ക് ലോൺസ് ഫ്രം ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്ന് വേൾഡ് ബാങ്ക് ആണ്. ആദ്യം അതിൻ്റെ പേര് IBRD എന്നായിരുന്നു, പിന്നെ IFC, അല്ലേ? ഇൻ്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ, ഇൻ്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ ഉണ്ട്. ദെൻ ADB ഉണ്ട്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ദെൻ അടുത്തത് ലോൺസ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളും ലോങ് ടേം ആൻഡ് മീഡിയം ആൻഡ് ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്രിഡ്ജ് ഫൈനാൻസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അല്ലേ? അതായത് ഒരു ഷോർട്ട് പീരീഡ് മേ ബി ഒരു ലോൺ സാങ്ഷൻ ചെയ്തിട്ട് കിട്ടാൻ കുറച്ച് ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ലീഗൽ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത് അവർക്ക് ലോൺ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ പിടിച്ചു നിൽക്കാനുള്ള ബ്രിഡ്ജ് ഫൈനാൻസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. Venture capital is a form of funding to a newly formed company or startups with a huge long-term potential but lacking experience and finance. ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഫോം ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് ആയിരിക്കും. അതിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫണ്ട്, ലോങ് ടേം ഫണ്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്, ലോങ് ടേം ഫണ്ട്. പക്ഷേ ഇവരുടെ അടുത്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുടെ അടുത്ത് എക്സ്പീരിയൻസും ഉണ്ടാവില്ല, ഫണ്ടും ഉണ്ടാവില്ല.
അപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് ഇതാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മീഡിയം ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ആണ് ഇതിലധികം തുടങ്ങുന്നത് എന്നുള്ളതാണ്. പിന്നെ കൂടാതെ അവർ സെയിൽസ്, ബിസിനസ് നെറ്റ്വർക്കിംഗ്, മാനേജ്മെൻറ്റ് എക്സ്പേർട്ടൈസിങ് കാര്യങ്ങളിലൊക്കെ വേണ്ട കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ കോമൺ ഫോംസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് അവർ ഏതാണ്ട് ക്യാപിറ്റലിൻ്റെ 49% പ്രൊവൈഡ് ചെയ്യും. പിന്നെ കണ്ടീഷണൽ ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യും. കമ്പനി ഉണ്ടാക്കിയ കമ്പനി ലാഭം ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ലോൺ അടച്ചാൽ മതി. ആ ഒരു ഇതിൽ ഒരു 2 to 15% വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കണ്ടീഷണൽ ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻകം നോട്ട്സ്, ബോത്ത് ഇൻട്രസ്റ്റ് ആൻഡ് റോയൽറ്റി പേബിൾ ഓൺ സെയിൽസ് അറ്റ് ലോ റേറ്റ്സ്. ദെൻ അടുത്ത ഇപ്പോൾ സോഫ്റ്റ് ബാങ്ക്, നെസ്പേഴ്സ്, എക്സൽ, പാർട്ട്നേഴ്സ് ആൻഡ് സെക്യൂർ ആർ സം VCs. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ദെൻ അടുത്തത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആവും. ഒത്തിരി കയ്യിൽ ക്യാഷുള്ള ഒരു ടീമുകളാണ് നിൽക്കുക, വ്യക്തികൾ. അവർ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള, ഏറ്റവും റിവാർഡ് തരുന്ന സ്റ്റാർട്ടപ്സിൽ അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ്സിനെ നമുക്ക് എന്ത് പറയാം, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അത് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. വെഞ്ചർ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓരോ ഗ്രൂപ്പായിരിക്കും കേട്ടോ. ദെൻ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഇൻവെസ്റ്റ് ബിഫോർ VCs. ഇവർ ഇപ്പോൾ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. പക്ഷേ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ അത്രയും വലിയൊരു ക്വാണ്ടം ഓഫ് എമൗണ്ട് ഇവർ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. സോ ഇത്രയാണ് നമ്മുടെ ലോങ് ടേം ഫൈനാൻസ് എന്ന ചാപ്റ്ററിലുള്ളത്. എല്ലാവരും നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.